എല്ലാവർക്കും വന്ദനം. ഇന്ന് നമുക്ക് ഒരുമിച്ച് കൂടാൻ യേശു കൃപ തന്നല്ലേ. ദൈവത്തിന് ആയിരം നന്ദി നമുക്ക് അർപ്പിക്കാം. യേശു എത്ര നല്ലവനാണ്, കരുണയുള്ളവനാണ്, മനസ്സലിവുള്ളവനാണ്. കല്ലായിട്ടുള്ള ഹൃദയം മാറ്റി മാംസളമായ ഹൃദയം നമുക്ക് തന്നില്ലേ? ഭക്തിയുള്ള ഒരു ജീവിതം തന്നില്ലേ? അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രൻ്റെ ആത്മാവിനെ തന്നില്ലേ? എല്ലാറ്റിനും വേണ്ടി നന്ദിയുള്ളവരായി നമുക്ക് തുടങ്ങാം. ഈ ദിവസം ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസമാകാൻ വിശ്വാസം പറയുക, ദൈവത്തിന് നന്ദി പറയുക, മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക. ഇതെല്ലാം നാം ചെയ്യുമ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ലോകത്തിൽ വെളിപ്പെടുത്തുകയാണ്. കൂടുതൽ ദൈവകൃപയുള്ളവരായി കർത്താവിൽ വളർന്നു വരാൻ നമുക്ക് യേശു കൃപ തരട്ടെ. 12-ാം വാക്യം, റോമാലേഖനം 2:12 വാക്യമാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത്. 12 മുതൽ, ന്യായപ്രമാണമില്ലാതെ പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവർ ഒക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. അപ്പം ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവർ, അതാണ് ജാതികൾ. നമുക്ക് ന്യായപ്രമാണമൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾ ജാതികളായിരുന്നു. അപ്പോൾ നമ്മുടെ മതങ്ങളിൽ കുറേ പ്രമാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ദൈവവചനം ആണെന്ന് പറയാൻ കഴിയില്ല. മനുഷ്യരുണ്ടാക്കിയ പല നിയമങ്ങളും പാപമോചന ചീട്ടുകളും കുമ്പസാരിച്ച് കുറേ തെറ്റുകൾ ഒരാളോട് പറയുമ്പോൾ അങ്ങനെ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ മുട്ടിന്മേൽ നിന്ന് ചൊല്ലിയാൽ പാപം പോകും എന്ന് അവർ നമ്മെ പഠിപ്പിച്ചു. എൻ്റെയൊക്കെ ബാല്യകാലം അതായിരുന്നു. എന്നാലത് ന്യായപ്രമാണമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. തങ്ങളുടെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും, മറച്ചു വെക്കുന്നവന് ശുഭം ലഭിക്കില്ല. അത് മനുഷ്യനോടല്ല ഏറ്റുപറയേണ്ടത്, ദൈവത്തോടാണ് ഏറ്റുപറയേണ്ടത്. അതായത് ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവർ, നമുക്ക് ന്യായപ്രമാണം ഇല്ലായിരുന്നു, അങ്ങനെ ചെയ്തവരൊക്കെ ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ളവർക്ക് ഒരു വിധിയുണ്ട്. ന്യായപ്രമാണം അറിഞ്ഞിട്ടും പാപം ചെയ്തവരാണ്. അപ്പം ന്യായപ്രമാണം വന്നപ്പോഴാണ് പാപം എന്താണെന്ന് ഓരോരുത്തർ അറിഞ്ഞത്. അപ്പം പാപത്തെ ഓർമ്മിപ്പിക്കുകയാണ് ന്യായപ്രമാണം ചെയ്തത്. നിങ്ങളത് ചെയ്യരുത്, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത് എന്ന ഒരു നിയമം വന്നപ്പോൾ മോഹം ഒരു പാപമാണെന്ന് മനസ്സിലായി. ജാതികളായിരുന്നപ്പോൾ അത് മനസ്സിലായില്ല, എങ്കിലും ശിക്ഷിക്കാതെ വിടില്ലെന്ന്. മനസ്സിലാകാതിരിക്കും, ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. നിങ്ങൾ പാപം ചെയ്തില്ലേ? എല്ലാവരും പാപികളാണ്, നീതിമാൻ ഒരുത്തൻ പോലും ഇല്ലെന്ന്. ന്യായപ്രമാണവും ഇല്ലാത്തവരും ഉള്ളവരും എല്ലാം പാപികളാണ് എന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ വീണ്ടെടുപ്പുള്ളൂ എന്നുള്ളതിന് ഉള്ള കുറേ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ന്യായപ്രമാണം കാലത്ത് ജീവിച്ചിരുന്നവർ പാപികളായിരുന്നു. അവർക്ക് ആ ന്യായപ്രമാണ പ്രകാരം ജീവിക്കാൻ കഴിഞ്ഞില്ല. അവർ പലതിലും തോറ്റുപോയി. ഒരുവൻ സകലം ചെയ്തിട്ട് ഒന്നിൽ കുറ്റക്കാരനായാൽ സകലത്തിലും കുറ്റക്കാരനായെന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നു. ഈ ആൻറ്റിബയോട്ടിക് കഴിക്കുന്ന പോലെയാണ്. ഇത് മുടങ്ങാതെ കഴിച്ച് വന്ന് ഒരു ദിവസം മുടങ്ങിയാൽ പിന്നെ ഒന്നേന്ന് തുടങ്ങണം. ഇതുപോലെയാണ് ഈ ന്യായപ്രമാണത്തിൻ്റെ കഥ. ഇതിനേക്കാൾ കഷ്ടമാണ്. അതുകൊണ്ട് ന്യായപ്രമാണം അറിയാവുന്നവരും ആചരിക്കുന്നവരും പരാജയപ്പെട്ടു, ന്യായപ്രമാണം ഇല്ലാത്തവരും പരാജയപ്പെട്ടു, എല്ലാവരും പാപികളായി മാറി. എന്നാൽ ദൈവത്തിൻ്റെ കൃപ, മറിയക്ക് കൃപ ലഭിച്ചതുപോലെ നമുക്കും കൃപ ലഭിച്ചു.
കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനമെന്ന് ഗബ്രിയേൽ പറഞ്ഞു. മറിയ ഭാഗ്യവതിയാണെന്ന് അവളും പറഞ്ഞു. ഇതുപോലെ തന്നെ കൃപ ലഭിച്ചവരാണ് നാം. യേശുവിനെ ഉദരത്തിൽ സ്വീകരിച്ചവൾക്ക് കൃപ ലഭിച്ചു, സ്വീകരിക്കാൻ അവൾക്ക് കൃപ ലഭിച്ചു, അവൾ ഭാഗ്യവതിയായി. നമുക്ക് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ കൃപ ലഭിച്ചു. നമ്മൾ ഭൂമിയിൽ വെച്ച് ഏറ്റവും വിശേഷതയുള്ളവരാണ്. യേശു ക്രിസ്തുവിലൂടെയല്ലാതെ ആരും പാപത്തിൽ നിന്ന് സ്വതന്ത്രമാകുന്നില്ല. യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുന്നവർക്ക് മാത്രമേ പാപവിമോചനമുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാൻ വന്നിട്ട് യേശുവിനെ ചൂണ്ടിക്കാണിച്ചത്. അവൻ കത്തിജ്വലിക്കുന്നൊരു വിളക്കായിരുന്നു. ആ വിളക്കിലെ വെളിച്ചം ഒരു കാര്യം മാത്രമാണ് ചൂണ്ടിക്കാണിച്ചത്. ഒറ്റ കാര്യം ചൂണ്ടിക്കാണിക്കാനാണ് യേശുവിൻ്റെ മുന്നോടിയായിട്ട് യോഹന്നാൻ സ്നാപകൻ വന്നത്. ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും പാപങ്ങൾ ചുമക്കാൻ മതിയായ ഒരുവൻ, ഏത് പാപത്തിനും പരിഹാരകനായവൻ. ആ യേശുവിലേക്ക് ആശ്രയിക്കുന്നവർ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ജാതികളാകട്ടെ യഹൂദന്മാരാവട്ടെ, രണ്ടുപേർക്കും യേശു ക്രിസ്തുവിലൂടെയല്ലാതെ പാപമോചനമില്ല, നിത്യജീവനില്ല. പാപം ചെയ്തവർ മരിച്ചു. അതാണ് ആദാമും ഹൗവയും മരിച്ചു. ആദാമിൻ്റെ ഹൗവയുടെ മക്കളെല്ലാം മരിക്കാൻ തുടങ്ങി. മരണം എന്ന ഒരു അധികാരത്തിൻ്റെ കീഴെയായിപ്പോയി. എന്നാൽ യേശു ക്രിസ്തുവിലൂടെ മരണത്തിൽ നിന്ന് നാം പുറത്തു വന്നു. മരണത്തിന് നമ്മെ പിടിച്ചു വെക്കാൻ കഴിയില്ല. കാരണം മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. മരണത്തിൻ്റെ പിടിയിൽ നിന്ന് 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റ് വന്നിട്ട്, ഞാൻ നിങ്ങൾക്കും അധികാരം തരുന്നു, ഭൂലോകത്തിൽ എല്ലായിടത്തും പോയി ഈ സുവിശേഷം എല്ലാവരോടും പറ. എന്ത്? നിത്യജീവൻ, പാപമോചനം, ശാപത്തിൽ നിന്നുള്ള വിടുതൽ, സൗഖ്യം, മരണാനന്തര നിത്യത. ഇത് ഭൂമിയിൽ എല്ലായിടത്തും പോയി പറ എന്ന് യേശു കർത്താവ് താൻ വീണ്ടെടുത്ത തൻ്റെ മക്കളോട് പറഞ്ഞു. എല്ലാവരോടുമല്ല, അത് യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും വേർതിരിക്കപ്പെട്ട എല്ലാവരും ഉൾപ്പെടുന്നു. വീണ്ടും ജനിച്ചവർക്ക് ഇത് പ്രസ്താവിക്കാനുള്ള അവകാശമുണ്ട്. ഭൂമിയുടെ അറ്റത്തോളം പോയി ഇത് പറയാനുള്ള പ്രാഗൽഭ്യം തന്നിട്ടുണ്ട്. ചിലർ പറയും, എന്നെ സുവിശേഷ വേലക്ക് വിളിച്ചിട്ടില്ല. ആര് പറഞ്ഞു? നിങ്ങൾ യേശുവിനെ സ്വീകരിച്ച് യേശുവിൻ്റെ പൈതലായി തീർന്നോ? നിങ്ങൾ രാജകീയ പുരോഹിത വർഗമായി തീർന്നോ? നിങ്ങൾ വീണ്ടും ജനിച്ചവരാണോ? നിങ്ങളുടെ പേര് സ്വർഗത്തിലുണ്ടോ? അതാണ് നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും. അല്ലാതെ സഭയിൽ 100 പേരുണ്ടെങ്കിൽ 5 പേരെ തിരഞ്ഞെടുക്കുന്ന പരിപാടിയല്ല ഇത്. എല്ലാവർക്കും വിളിയും തിരഞ്ഞെടുപ്പുമുണ്ട്. ഇത് തിരിച്ചറിയുന്നവരാണ് ശക്തമായി പ്രാർത്ഥനയിലൂടെയും വിശ്വാസത്തിലൂടെയും ശുശ്രൂഷയിൽ എഴുന്നേറ്റ് പ്രകാശിക്കുന്നത്. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ ശുശ്രൂഷകൾ ചെയ്യാൻ കഴിയും. അത് നിങ്ങൾക്ക് മനസ്സിലായ ദൈവവചനങ്ങളിലൂടെ നിങ്ങൾ എടുത്തു വെക്കുന്ന കാൽച്ചുവടുകളുടെ മുന്നേറ്റത്തിനനുസരിച്ച് നിങ്ങൾക്ക് വിടുതലുണ്ടാകും. നിങ്ങൾ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് എത്ര വെക്കുന്നുവോ അത്രയും അത്ഭുതങ്ങൾ കാണും. അതുകൊണ്ട് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത്, എന്നോടടുത്തു വരുവിൻ, ഞാനും നിങ്ങളോട് അടുത്തു വരും. കർത്താവിനോട് അടുക്കുന്നവർക്ക് കർത്താവിൻ്റെ സാന്നിധ്യം കൂടുതൽ അനുഭവിക്കാൻ കഴിയും എന്നാണ് അതിൻ്റെ അർത്ഥം. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോവും. അത് രക്ഷിക്കപ്പെട്ട എല്ലാവരും അറിയണം, എതിർക്കണം. മറ്റൊരു ഭാഗത്ത് പറയുന്നു, പാപത്തോട് നാം പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ലല്ലോ എന്ന്. എതിർക്കണമെന്നുള്ള ദൈവഹിതമാണ്.
പിശാചിൻ്റെ പ്രവർത്തികളോട് നാം എതിർക്കണം, പാപത്തോട് പോരാടണം, ദൈവവചനത്തിന് വേണ്ടി ജീവിക്കണം. ഇത് ദൈവഹിതമാണ്. അതിൻ്റെ അർത്ഥം യഹൂദനും യവനനും ന്യായപ്രമാണമുള്ളവനും ന്യായപ്രമാണം ഇല്ലാത്തവനും എല്ലാം പാപത്തിൻ്റെ കീഴെയായിരുന്നു. എന്നാൽ യേശു കർത്താവിലൂടെ നമുക്ക് ലഭിച്ച നിത്യജീവനാണ് നമ്മുടെ വിജയം. അടുത്ത വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാൻ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ. ഇപ്പം ന്യായപ്രമാണം ആചരിക്കുക എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ ന്യായപ്രമാണം ആചരിച്ച് നിത്യജീവൻ പ്രാപിക്കാൻ കഴിഞ്ഞില്ല. അവർ നീതിമാന്മാരാണോ? ചിലരെ കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട്. നോഹ ദൈവത്തോടു കൂടെ നടന്നു, നീതിമാനാണെന്ന് പറയും. എലിസബത്തിനെ കുറിച്ചും സക്രിയാവും ദൈവസന്നിധിയിൽ കുറ്റമില്ലാതെ ന്യായപ്രമാണപ്രകാരം ജീവിച്ചവരാണ്. ഉണ്ട്, ചിലരൊക്കെ ഉണ്ട്. എന്നാൽ എല്ലാവർക്കും ഇത് പറയാൻ കഴിയില്ല. ചിലർ. എന്നാൽ ഒറ്റ വാക്കിൽ ദൈവവചനം പറയുന്നു, എല്ലാവരും പാപത്തിൻ്റെ കീഴിയായിരുന്നു. പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടു. ഏതിലെങ്കിലും ഒരാൾ തെറ്റിപ്പോകും. എന്നാൽ യേശുവേ എന്നൊരാൾ വിളിച്ചാൽ ആ വ്യക്തിക്ക് ആ നിമിഷം വിടുതലാണ്. ഇന്നത് കേൾക്കുന്ന നിങ്ങൾ ഒരു കാര്യത്തിൽ ഉറപ്പാക്കണം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ വീണ്ടും ജനിച്ചവരല്ലെങ്കിൽ യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണേ എന്ന് പറഞ്ഞ് നിങ്ങൾ വീണ്ടും ജനനം ഉറപ്പാക്കണം. നിങ്ങളുടെ നിത്യജീവൻ ഉറപ്പാക്കണം. 2, ഈ നിത്യജീവൻ്റെ അവകാശികളായ നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകാനുള്ളവരാണെന്നും നിങ്ങളെ തന്നെ ഉറപ്പാക്കണം. 1, രക്ഷിക്കപ്പെട്ടവരാണെന്ന് ഉറപ്പാക്കണം. 2, ദൈവവേല ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണെന്ന് ഉറപ്പാക്കണം. ഈ 2 ഉറപ്പ് ഇന്ന് പകലിൽ പ്രാപിച്ചെടുക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ, അധികം ബലപ്പെടുത്തട്ടെ, അധികം കൃപ തരട്ടെ. ന്യായപ്രമാണത്തിൻ്റെ ആ ശിക്ഷയിൽ നിന്ന് ദൈവം നമ്മെ പുത്രനിലൂടെ വിലക്ക് വാങ്ങിയില്ലേ? ന്യായപ്രമാണം പറയുന്നു പാപം ചെയ്യുന്നവരെല്ലാം മരിക്കും. എന്നാൽ യേശു കർത്താവിൻ്റെ പുതിയ നിയമം പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശുവിൻ്റെ രക്തത്തിൽ പുതിയ നിയമം അതാണ്. പഴയ നിയമം എല്ലാം പാപികൾ. പുതിയ നിയമം പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നാം പുതിയ നിയമത്തിലാണ്. യേശുവിൻ്റെ രക്തത്തിൽ ഒരു പുതിയ നിയമം കർത്താവ് എഴുതി ചേർത്തു. ആ പുതിയ നിയമം നിങ്ങളെക്കുറിച്ച് പറയും, നിങ്ങൾ പുതിയതാണ്. നിങ്ങളുടെ പഴയത് കഴിഞ്ഞു പോയി. നിങ്ങൾക്കൊരു പുതിയ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകാൻ കഴിയും. ഈ സന്തോഷം മനസ്സിലാക്കി കർത്താവിൻ്റെ വേല ചെയ്യാൻ കർത്താവ് നമ്മെ വിളിക്കുന്നു, നിർബന്ധിക്കുന്നു. മുന്നോട്ട് പോകുന്തോറും നിങ്ങളുടെ കൃപ കൂടിക്കൊണ്ടിരിക്കും. അയ്യോ, എല്ലാ കൃപയും കൂടി കിട്ടിയിട്ട് ഞാൻ പോകാം. മൂക്കിൽ പല്ല് മുളച്ചാലും നടക്കില്ല. മൂക്കിൽ പല്ല് മുളക്കത്തില്ല. നിങ്ങൾ ജീവിതകാലം മുഴുവൻ കാത്തിരുന്നാലും നടക്കില്ല. മുന്നോട്ട് ചുവട് വെക്കുമ്പോൾ കൃപകൾ വ്യാപരിക്കുന്നത് നിങ്ങൾ കാണും. വിശ്വാസത്തിൻ്റെ ചുവട് വെച്ച് കർത്താവിൻ്റെ രാജ്യത്തിൽ വളരെ ഫലം കായ്പാൻ ഓരോരുത്തരെയും കർത്താവ് ശക്തീകരിക്കട്ടെ. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത് കേട്ട ഓരോ പ്രിയപ്പെട്ടവരും കർത്താവിൽ ഏറ്റവും വിലപ്പെട്ടവരാകയാൽ അങ്ങയുടെ സന്നിധിയിലേക്ക് അവരെ ഭരമേൽപ്പിക്കും. യേശുവിനെ ആദ്യമായിട്ട് കേൾക്കുന്നവർക്കും യേശുവുമായിട്ട് നല്ലൊരു ബന്ധത്തിലേക്ക് അവർ വരാൻ കർത്താവേ അങ്ങ് കൃപ കൊടുക്കണം. പാപത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ കീഴെ നിന്ന് അങ്ങയുടെ രക്തം കൊണ്ട് ഞങ്ങളെ വിലക്ക് വാങ്ങിയതിനായി നന്ദി. യേശുവേ, അങ്ങയുടെ വേല ചെയ്യുവാൻ എല്ലാവർക്കും തീഷ്ണതയും തീവ്രതയും കഠിനാധ്വാനവും ഉത്സാഹവും യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ഈ സത്യം മറച്ചു വെക്കാതെ പുരമുകളിൽ ഘോഷിക്കപ്പെടാൻ ഇടയാകട്ടെ. കേൾക്കുന്നവർക്ക് ധാരാളം കൃപയുണ്ടാകട്ടെ. കേൾക്കുന്നവർക്ക് ധാരാളം സൗഖ്യമുണ്ടാകട്ടെ. കേൾക്കുന്നവർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വീടുകളിൽ വലിയ വിടുതലുകൾ കാണട്ടെ. യേശുവിൻ നാമത്തിൽ
ആമേൻ. കർത്താവിൻ്റെ വലിയ കൃപ നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ 1 മിനിറ്റിൽ താഴെ ഒരു ഓഡിയോ മെസ്സേജായിട്ട് ഇടുക. നിങ്ങൾക്ക് വേണ്ടി ഓഡിയോ മെസ്സേജായിട്ട് തന്നെ തിരിച്ചും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് 100% പരിഹാരമുണ്ട്. നിങ്ങൾക്ക് ലഭിച്ച വിടുതലുകൾ ഞങ്ങൾക്ക് പ്രൈസ് റിപ്പോർട്ടായിട്ട് 1 മിനിറ്റിൽ താഴെ അയക്കുക. ഗോഡ് ബ്ലെസ് യു. ശക്തനായോനെ നീ പരിശുദ്ധൻ, സ്തുതിക്കു യോഗ്യനായോനെ നീ പരിശുദ്ധൻ, എന്നേക്കും വാഴുന്നവനെ അങ്ങേ പോലെ ആരുള്ളൂ. രാജാക്കന്മാരിലും താഴ്ചയിലോർത്തവനെ നീ പരിശുദ്ധൻ, മാറ്റം വരാത്തവനെ നീ പരിശുദ്ധൻ, എന്നേക്കും വാഴുന്നവനെ അങ്ങേ പോലെ ആരുള്ളൂ. രാജാക്കന്മാരിലും talk